കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 16 കെട്ടിടങ്ങൾ അൺഫിറ്റ് ആണെന്ന് മേയർ പറയുമ്പോഴും ഈ കണക്കിലും അവ്യക്തത തുടരുകയാണ്. കോഴിക്കോട് തിരുവണ്ണൂരിലെ കോർപ്പറേഷന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള 100 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ കാണാമിനി. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 16 കെട്ടിടങ്ങൾ അൺഫിറ്റാണെന്നാണ് കോഴിക്കോട് വലിയങ്ങാടിയിലെ അപകടത്തിന് ശേഷം മേയർ ഒ സദാശിവൻ പറഞ്ഞത്. അതേസമയം 16 കെട്ടിടങ്ങൾ മാത്രമല്ല കാലപ്പഴക്കം ചെന്ന് ജീർണാവസ്ഥയിലുള്ളത് എന്നതിന്റെ ഉദാഹരണമാണ് കോഴിക്കോട് തിരുവണ്ണൂരിലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഈ കെട്ടിടം. ചെറിയ വാടക നൽകിയാൽ മതിയെന്ന കാരണത്താൽ ജീർണിച്ച് തകരാതിരിക്കാനായി ഇപ്പോൾ കടകളായി നിലനിർത്തുന്ന ആളുകളാണ് ഇതിന്റെ അറ്റകുറ്റപ്രവൃത്തികൾ ഉൾപ്പെടെ നടത്തുന്നത്. കോർപ്പറേഷന്റെ കണക്കിൽ പോലും ഈ കെട്ടിടമുണ്ടോ എന്നുള്ളത് സംശയമാണ്. 2 പാർട്ടി ഓഫീസുകളും ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശൂരമഹോത്സവം ഉൾപ്പെടെ നടക്കുന്ന തിരുവണ്ണൂർ പൈതൃക പദ്ധതിയുടെ ആലോചനകളും മറ്റും നടക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഘട്ടത്തിലെങ്കിലും ഇത്തരം കെട്ടിടങ്ങളുടെ ജീർണാവസ്ഥ പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയങ്ങാടിയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കെട്ടിടങ്ങളെ സംബന്ധിച്ച പരിശോധനയും തുടർ നടപടികളും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിപ്പോൾ ഏകദേശം 100 വർഷത്തിൻ്റെയൊക്കെ പഴക്കം കാണും. ഇന്ന് കോർപ്പറേഷനാണ് ഇത് വാടക വാങ്ങി കൊണ്ടു നടക്കുന്നത്. വാടക വാങ്ങൽ മാത്രമേ ഉള്ളൂ, യാതൊരുവിധ സംരക്ഷണവും ഇല്ല. റേഷൻ ഷാപ്പ് അടക്കമുള്ള ഒരുപാട് സംവിധാനം നിലനിൽക്കുന്ന ഒരു കെട്ടിടം കൂടിയാണ്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരുപാട് ആൾക്കാരുടെ ജീവിതോപാധി കൂടിയായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. പിന്നെ നേരെ പിന്നിൽ മനോഹരമായൊരു കുളവും ഇങ്ങനെയൊക്കെയുള്ള നല്ല പശ്ചാത്തലമൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലൊന്നും ഒരു ശ്രദ്ധയില്ല. ഇവിടെ ഒരു കൗൺസിലറുണ്ട്. ആ കൗൺസിലർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ബോധവും ഇല്ല എന്നുള്ളത്. കാരണം അവർ 16 കൊല്ലമായിട്ട് ഇവിടുത്തെ കൗൺസിലറാണ്. 16 കൊല്ലമായിട്ട് ഈ ബിൽഡിങ്ങിന് ഒരു മാറ്റമില്ല. വലിയങ്ങാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന് കീഴിലെ മുഴുവൻ കെട്ടിടങ്ങളും പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.